വെനസ്വേലയ്ക്ക് പിന്നാലെ ഫിലിപ്പീൻസിനെയും പിടിച്ചുകുലുക്കിക്കൊണ്ട് ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 6.6 രേഖപ്പെടുത്തി. തെക്കൻ ഫിലിപ്പീൻസിലെ മിൻഡനാവോ ദ്വീപിലാണ് ഭൂചലനം ഉണ്ടായത് എന്നാണ് ഫിലിപ്പീൻസ് സ്റ്റേറ്റ് സീസ്മോളജി ഏജൻസി ഫീവോൾസ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം 8-ാം തീയതി ഫിലിപ്പീൻസിൽ റിക്ടർ സ്കെയിലിൽ 8.2 രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പസഫിക് സമുദ്ര മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികൾ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വെനസ്വേലയ്ക്ക് പിന്നാലെ ഫിലിപ്പീൻസിനെയും പിടിച്ചുകുലുക്കിക്കൊണ്ടാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. Lord, bulig daw ako, Lord. Diyos ko. Ay, Diyos ko. Ang talaga bulag. Uy, kadlok. Kadlok, oh. Kadlok. Ginoo ko. വെനസ്വേലയിലുണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ കുത്തനെ ഉയർന്നിരിക്കുകയാണ് മരണസംഖ്യ. ഇതുവരെ 580-ലേറെ പേർ മരിച്ചതായാണ് സ്ഥിരീകരണം. 2900-ലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. 50,000-ലേറെ പേരെ കാണാതായിരിക്കുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ്. ജീവനോടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാനമായ കാരക്കസിൻ്റെ വടക്ക് ഭാഗത്തെ തീരമേഖലയായ ലാ ഗൈറയിലാണ് കൂടുതൽ നാശമുണ്ടായത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു വെനസ്വേലയെ നടുക്കിയ ഭൂകമ്പമുണ്ടായത്. മിനിറ്റുകളുടെ ഇടവേളയിൽ 7.2 രേഖപ്പെടുത്തിയ ഇരട്ട ഭൂചലനം വലിയ നാശമാണ് വിതച്ചത്. ഒരു നൂറ്റാണ്ടിനിടയിൽ വെനസ്വേല നേരിട്ട ഏറ്റവും ശക്തമായ ഭൂചലനമായിരുന്നു അത്. എറണാകുളം പിറവത്ത് പുഴയിൽ അമ്മയുടെയും ഏകദേശം 2 വയസ്സുള്ള ആൺകുഞ്ഞിൻ്റെയും മൃതദേഹം കണ്ടെത്തി. മുളക്കുളം പാലത്തിന് സമീപമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഒഴുകിയെത്തിയ കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പാവയാണ് എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ 35 വയസ്സോളം പ്രായമായ സ്ത്രീയുടെ മൃതദേഹം കൂടി പിന്നീട് കണ്ടെത്തുകയായിരുന്നു. അമ്മയുടെ മൃതദേഹം പിറവം പോലീസ് സ്റ്റേഷൻ പരിധിയിലും കുട്ടിയുടെ മൃതദേഹം വെള്ളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ് കണ്ടെത്തിയത്. തൃശൂർ ഒല്ലൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. പടവരാട് സ്വദേശി നിധിനാണ് പരിക്കേറ്റത്. വീടിന് പുറത്ത് നിൽക്കുമ്പോഴായിരുന്നു തെരുവുനായ ആക്രമിച്ചത്. കൈത്തണ്ടയിലും തോളിനും പരിക്കേറ്റ നിധിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.